പ്രജിത, ഇതിലെ PV അൻവർ എന്ന നേതാവ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതുവരെയും ഒരു രാഷ്ട്രീയ പക്വത ഉണ്ടായോ എന്നൊരു സംശയമാണ് ഉണ്ടാകുന്നത്. നമ്മൾ വെറുതെ വാശി കാണിക്കേണ്ട കാര്യം ഉള്ള കാര്യങ്ങൾക്ക് വാശി കാണിക്കാം. അതിപ്പോൾ വീട്ടുകാരോട് കാണിക്കാം, ചിലപ്പോൾ ഏറ്റവും അടുപ്പമുള്ള നാട്ടുകാരോട് കാണിക്കാം, സുഹൃത്തുക്കളോട് കാണിക്കാം. ഈ വാശി എന്നൊക്കെ പറയുന്നത് അസ്ഥാനത്തും കാണിക്കുന്ന ഒരുതരം പക്വതയില്ലാത്ത പ്രവർത്തനമെന്നേ പറയാൻ പറ്റൂ. കാര്യം PV അൻവർ എന്ന നേതാവ് ഒരു ജനപ്രതിനിധിയാകണം എന്ന ആഗ്രഹത്തോടെ, ഇപ്പം നേതാവാണെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ ജനപ്രതിനിധിയാകണമെന്ന് ഇറങ്ങി തിരിച്ചറിഞ്ഞു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ്. ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് അറിയപ്പെടുന്ന പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്നൊരു നേതാവാണ്. മലപ്പുറത്തുണ്ടായിരുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ പോയി ഈ പറയുന്ന രീതിയിൽ ഒരു സ്ഥാനം കിട്ടാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഒടുവിൽ CPMൻ്റെ പാളയത്തിലേക്ക് വന്നുപെടുന്നു. CPMൻ്റെ ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ച് ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ നിർത്തുന്ന കഴിഞ്ഞ 20 വർഷമായിട്ട് 15 കൊല്ലത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ഇപ്പോൾ മാറിയിരിക്കുന്ന CPMൻ്റെയും ഒരു മാറ്റം, CPMന് വന്നിരിക്കുന്ന അതിഭയങ്കരമായ മാറ്റം. അതായത് നമ്മൾ പറയുമ്പോൾ CH കുഞ്ഞമ്പു മുതൽ CH കണാരം മുതൽ അല്ലെങ്കിൽ EMS EK നായനാർ VS തുടങ്ങിയിട്ടുള്ളവരൊക്കെ നയിച്ചൊരു പാർട്ടിയാണ് ഈ പാർട്ടിക്ക് അങ്ങനെയാണ് ഒരു അഡ്രസ്സ് ഉള്ളത്. കണാരൻ, CH കണാരൻ, പിന്നെ VS EK നായനാർ, ഞാൻ ഒരിക്കൽ പറഞ്ഞ പേരുകൾ തന്നെ, ഇവരൊക്കെ ഉണ്ടായിരുന്ന ഇവർ നയിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇന്നിപ്പോൾ വന്ന് ഈ രീതിയിൽ നിൽക്കുന്നത്. PV അൻവർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തെ CPMന് ഉൾക്കൊള്ളേണ്ട ഒരു അങ്ങനെയാണ് CPM വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അൻവറിൻ്റെ കാര്യമാണ് ചോദിച്ചാൽ, അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നു കോൺഗ്രസുമായിട്ട്. അൻവർ ഇന്നലെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പക്വതയില്ലാത്ത വ്യക്തിയുടേതാണ്. കാര്യം അൻവർ CPMൽ നിന്ന് ഇറങ്ങിയത് തന്നെ കൂട്ടുകച്ചവടം പൊളിഞ്ഞതിൻ്റെ ഇതൊക്കെ അതറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൂട്ടുകച്ചവടം, അതായത് ഇദ്ദേഹവും അജിത് കുമാറും പിന്നെ മുഖ്യമന്ത്രിയുടെ തന്നെ അറിവോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന ചില കച്ചവടങ്ങൾ, ആ കച്ചവടങ്ങളിലെ ലാഭനഷ്ട കണക്കുകളിലോ എവിടെയോ ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വന്ന ശേഷം, അതായത് P ശശി എന്ന കണ്ണൂരുകാരൻ എപ്പോൾ അജിത് കുമാറിൻ്റെയും അൻവറിൻ്റെയും ഇടയിലേക്ക് വന്നോ അപ്പോഴാണ് ഇത് പൊട്ടിയത്. ഇപ്പം നമുക്ക് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കെമിസ്ട്രിയിൽ ഇങ്ങനെ പോകുമായിരിക്കും ഒരു കച്ചവടം. അതിനിടയിലേക്ക് വേറെ ഏതെങ്കിലും ഒരാളും കൂടെ ഇതിലേതെങ്കിലും ഒരു സുഹൃത്ത് കൊണ്ടുവെക്കുമ്പോൾ ഇവർ തമ്മിൽ ആരെങ്കിലും ഒരാളായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി പൊട്ടും. അങ്ങനെ കച്ചവടത്തിലെ കെമിസ്ട്രി പൊട്ടിയാണ് ഈ ബഹുമാനപ്പെട്ട അൻവർ പുറത്താകുന്നത്. ശേഷം പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തോൽവി പറ്റുന്ന കുട്ടി അധ്യാപകനെ കുറ്റം പറയുക, പിന്നെ സഹപ്രവർത്തകരെ കുറ്റം പറയുക, എന്നിട്ട് വേണമെങ്കിൽ പഠിച്ച വിഷയത്തിനെ കുറ്റം പറയുക, ഇരുന്ന സീറ്റിനെ കുറ്റം പറയുക, അല്ലേ? ഇങ്ങനെയുള്ള ബാലിശമായ, ഞാൻ ഇരുന്ന സീറ്റ് വലത്തെ മൂലയിലായിരുന്നു, അവിടെ നിന്ന് എനിക്ക് വെള്ളം അടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ബുക്ക് തുറന്ന് വായിക്കാൻ പറ്റിയില്ല എന്നൊക്കെ കുട്ടികൾ പണ്ട് പറയുമല്ലോ. പേന പരീക്ഷ സമയത്ത് നല്ലവണ്ണം പറ്റിയില്ല, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, മഷിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരുതരം ബാലിശമായ രീതിയിൽ അദ്ദേഹം തന്നെ അപഹാസ്യനാക്കപ്പെട്ടു, സ്വയം അപഹാസ്യനായി. പിന്നെ ചോദിക്കും, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ, അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആൾ വന്നെന്ന്. ഇത് ചെന്നതെല്ലാം CPMകാരും കുറെ കോൺഗ്രസ്സുകാരും ഇയാൾ എന്ത് പറയുന്നു എന്ന് അറിയാൻ ചെന്ന, അതെല്ലാം കണ്ട് അദ്ദേഹം വേറെ ലോകത്തേക്ക്. പക്ഷെ ആ വന്നവരുടെ ഒന്നും പിന്തുണ പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതായത് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിത്വം, അത് എന്ത് വാവിട്ട് പറയുന്നു എന്ന് അറിയാൻ മാത്രം വന്നതാണ് ഈ ആളുകൾ. അത് തീർച്ചയായിട്ടും എന്ത് ജൽപ്പനമാണ് ഇയാൾ നടത്തുന്നത്, എന്ത് ഭ്രാന്തൻ ജൽപ്പനമാണ് നടത്തുന്നതെന്ന് അറിയാനാവുന്നത്. അത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും ഇതിനകത്തുള്ള വേറൊരു വസ്തുത, അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്ന ജോയി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനായ അദ്ദേഹം പറയുന്ന ആളുടെ നിലമ്പൂർ നിർത്തണമെന്നാണ്. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതൊക്കെയറിയാം, നമ്മൾ അതെല്ലാം പല സംസാരങ്ങളിൽ പറഞ്ഞതാണ്. പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയ സമയത്ത് ഇദ്ദേഹം തന്നെ ഒരു ബദലിനെ കൊണ്ടവിടെ നിർത്തി, ഒരു റിബലിനെ ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് നിർത്തി. ചേലക്കര രമ്യ ഹരിദാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ ഒരു സുധീറിനെ കൊണ്ട് നിർത്തി. അപ്പോൾ അന്ന് ഇതെന്താ ഈ പറയുന്നത്? ഒരു മുന്നണിയാണ്. VD സതീശൻ ബലാബലം കാണിച്ചു. ഈ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ PV അൻവറിനെ ഇത്രയധികം ഭ്രാന്തിന്റെ വക്കത്ത് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. കാര്യം കയറ്റാൻ, കാര്യം ഇവരൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടർമാർ വിചാരിക്കുന്നത് ഇവരാണ് ഇവിടെ രാഷ്ട്രീയ കേരളം ഭരിക്കുന്നത്, ഇവരാണ് ഇവിടെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം കൊണ്ടുവരുന്നത്, ഇവർ പറയുന്ന പോലെയാണ് നടക്കുന്നത്. അത് അവർക്ക് ചെയ്യാൻ പറ്റും. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റം നോക്കുന്ന നേതാക്കളുടെ അടുത്ത് അവരുടെ പണികളേക്കും. സത്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ എരിയിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും ഇദ്ദേഹം ഒരു വിഡ്ഢി സ്വർഗത്തിലാണ് ചെന്നപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. UDF എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ആ മുന്നണി സംവിധാനത്തിൽ ചുമ്മയല്ല ഇവരൊക്കെ ആര് നേതാവ്. നമ്മൾ VD സതീശനെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്വതയില്ലായിരുന്നു, എങ്കിലും അദ്ദേഹത്തിൽ ചില മെറിറ്റുകളുണ്ട് എന്ന് AICC മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത്.
അപ്പം വി ഡി സതീശനെ, കോൺഗ്രസിനെ ഇനി പറയാൻ ആരുമില്ലാതെ രീതിയിൽ നായും തുള്ളാത്ത രീതിയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ ഒന്നുകൂടെ പറയാം, പിണറായി വിജയൻ കൂടെ നിന്ന് പിണറായി വിജയൻ എന്തെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പക്വത, ഇതാണ് ഒരു രാഷ്ട്രീയ മാന്യത. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആകരുത്, എങ്ങനെ പ്രവർത്തിക്കരുത് ഉദാഹരണമാണ്. എങ്ങനെ ആകരുത്, അതാണ് പ്രീത പറഞ്ഞ പോയിന്റ്. എങ്ങനെ ആകരുത്, അതാണ് ഇദ്ദേഹം ആയിരിക്കുന്നത്. അങ്ങനെ ആയതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തിൽ UDF അങ്ങനെയെല്ലാം മറക്കൂ. ഇതിപ്പോ സതീശനൊക്കെ ഇതൊക്കെ മറക്കൂ. സതീശനെ പോലെ കൊണ്ടാൽ വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഈ കോൺഗ്രസ് പാർട്ടിയിൽ വേറെ ആരുമില്ല. ആ മുഖത്തെഴുത്ത് കണ്ടാൽ അറിയാം. ഇപ്പൊ തന്നെ കോൺഗ്രസിലേക്ക് എങ്ങനെ എടുക്കണമെന്നുള്ളത് അറിയില്ല, തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണത്. സതീശൻ തന്നെയാണ്. കഴിയൂല അൻവറിനെ കൊണ്ട് കാരണം അയാളെ എടുത്തിട്ടുണ്ടെങ്കിൽ, അൻവറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന പാർട്ടിക്ക് ഭാരം മാത്രമല്ല, പാർട്ടി നാറും, തലവേദനയാവും, ശരിക്കും. ഒന്നാമത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സംഭവത്തിനെ കൊണ്ടുവന്ന് അകത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം കൂടെ പരിഹരിക്കേണ്ടി വരും. ഏതായാലും അൻവർ കാട്ടിക്കൂട്ടിയതിനെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കോൺഗ്രസിൽ ചിലപ്പം ഇദ്ദേഹം മറക്കുമായിരിക്കും, ആര് സുധാകരൻ മറക്കുമായിരിക്കും. സുധാകരൻ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ ചിലപ്പോ, പക്ഷെ എന്നാ പോലും സുധാകരന്റെ ഇങ്ങനെയൊന്നുമില്ല ഈ പൊട്ടിത്തെറിക്ക്. അത് വേറെ നിലവാരമുള്ള പൊട്ടിത്തെറിയാണ്. നമുക്ക് ഒരിക്കലും അദ്ദേഹത്തോട് അൻവറിനെ ഒന്നും അദ്ദേഹത്തോട് ഒരിക്കലും അല്ല ഞാൻ പറയുന്നത്, അല്ല ഞാൻ കൂട്ടിച്ചേർത്തതല്ല. അദ്ദേഹത്തിന് ഒരു വേള ഒരു ചെറിയ ഇഷ്ടമുണ്ട് ആരോടെ, അൻവറിന്റെ കൂടെ ഒരു ചെറിയ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ചിലപ്പോൾ അതുകൊണ്ടാണ് അതിന് വിട്ട് കഴിഞ്ഞ് അൻവറിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പൊതുജന സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റുന്നതല്ല. അതൊക്കെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പറഞ്ഞ വാക്കുകളിലൂടെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു സംഗതി കൊണ്ട് പറയുന്നത്, ഇതില് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. ഇദ്ദേഹം ആദ്യം ഇന്നലെ ഓരോ മിനിറ്റും വളരെ ഈ പ്രശ്നം കലുഷിതമായതാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ് ഏത് മനുഷ്യനെ കൊണ്ട് നിർത്തിയാലും, ഏത് കുരിശിനെ കൊണ്ട് നിർത്തിയാലും നമ്മൾ ജയിപ്പിക്കും, ഞങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് ആകും, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ആകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക്, ആ തീരുമാനത്തിലേക്ക് വരുമ്പോൾ അടുത്ത വർത്തമാനം എന്തെന്നറിയോ? ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹം UDFിലേക്ക് കയറാൻ വേണ്ടി എന്നെ കയറ്റു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആള് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അദ്ദേഹത്തിന് മണം കിട്ടിയപ്പോൾ അദ്ദേഹം ഗോവിന്ദനുമായി സംസാരിച്ചു, MP ഗോവിന്ദനുമായി സംസാരിച്ചു. അപ്പോൾ ആ ഒരു വേള റിബലായി മത്സരിക്കാനിരുന്ന ആളാണെന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പറയുമ്പോൾ അതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്? അപ്പൊ അതൊക്കെ ഒരു പക്വതയില്ലായ്മയല്ലേ, വീണ്ടും വിരോധം വരുത്തി വെക്കാൻ. അതായത് അന്ധമായിട്ടുള്ള വിരോധം കാരണം എന്ത് ശരി എന്ത് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിവിരോധമില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിവിരോധം ഇല്ല എന്ന് നമ്മൾ ആണയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. അൻവറിനെ പോലുള്ള നേതാക്കൾ ഇതിന്റെ എല്ലാം നേതാവല്ല, ഒരിക്കലും നേതാവാൻ സാധ്യത. അൻവർ നേതാവല്ല, അൻവർ മുതലാളി. അത് വേണമെങ്കിൽ പറയാം, അൻവർ മുതലാളി. ശരിയാണ്. കാരണം ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ കച്ചവടത്തിൽ നഷ്ടം വന്ന ഒരു മുതലാളി കാണിച്ചു കൂട്ടുന്ന വൈരാഗ്യ ബുദ്ധിയോട് കൂടിയുള്ള കാര്യങ്ങൾ. അൻവറിക്ക എന്ന മുതലാളി, നാട്ടുകാർ അൻവറിക്ക എന്ന് വിളിക്കുന്ന അൻവർ മുതലാളിയുടെ ഭാഷ, ഒരു മുതലാളിയുടെ ഭാഷയും ശരീരഭാഷയും വാക്കും, അതാണ് അദ്ദേഹം. വേറൊരു കാര്യമുണ്ട്, മറ്റൊരു മുതലാളിമാരും പ്രതികരിക്കാത്ത രീതിയിലേക്കാണ് പോകുന്നത്, നിലവാരമില്ലാത്ത പ്രതികരണം. അപ്പോൾ ഇതാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ഉടനെ പറഞ്ഞു ജോയി ആകുമെന്ന് ഒരു വേള കണ്ടിരുന്നത് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ആര്യാടൻ ഷൗക്കത്ത് ആകില്ല, താൻ പറഞ്ഞ ജോയി ആകും എന്ന് കരുതിയത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ CPMല് ഗോവിന്ദനുമായി, പിന്നെ അവിടുത്തെ പല LCകളും, അതായത് ലോക്കൽ കമ്മിറ്റി, CPMന്റെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങേയറ്റം ബ്രാഞ്ച് കമ്മിറ്റി വരെ ഇദ്ദേഹത്തിനെ നിർത്തിയാൽ, അതായത് ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ CPM ഇവിടെ AK സെന്ററിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ജയിക്കില്ല സഖാക്കളെ എന്ന് കേന്ദ്രത്തിൽ ഗോവിന്ദ് ഉൾപ്പെടെയുള്ള ഏമാമാരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയിച്ചതിന്റെ ഫലമായിട്ടാണ്, അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഷൗക്കത്തെ എന്ന് ഗോവിന്ദനെ അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് ഷൗക്കത്ത് മാറിയതെന്നുകൂടെ പറഞ്ഞു വെക്കുമ്പോൾ ഇനിയും കുറെ കൂടെ വെള്ളം കുടിക്കേണ്ടി വരും. അൻവർ വന്നിരുന്ന് ഇവിടെ പറയുന്നത് പിണറായി വിജയനെ ഞങ്ങൾ താഴെ ഇറക്കാനാണ് ഈ പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ അൻവർ ചെയ്യേണ്ടത് നാവൊന്ന് അടച്ചു വെക്കണം. ഈ കണ്ട മാധ്യമങ്ങൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ഇവരാണ് ഭരണചക്രം തിരിക്കുന്നതെന്ന്. കുറേ മാധ്യമങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞ് ഇവർക്ക് രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയില്ല. 970 രാഷ്ട്രീയം ചോദിച്ചാൽ ഈ മഹാന്മാർക്ക് അറിയില്ലായിരിക്കും, 80 അറിയില്ലായിരിക്കും.
മലപ്പുറമാണ് ജില്ല. EK ഇമ്പിച്ചി ബാബ ആരെന്ന് ചോദിച്ചാൽ ഈ മൈക്കം വെച്ച് നിൽക്കുന്ന മഹാന്മാർക്ക് അറിയുമോ എന്ന് സംശയമുണ്ട്. കാര്യം എല്ലാം കുറച്ചെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടണമെന്നൊരു റിക്വസ്റ്റ് മാത്രമേ പറയുള്ളൂ. കാര്യം PV അൻവർ എന്ന് പറയുന്ന വാവോയ കോടാലിക്ക് വേണ്ടി സംസാരിക്കുന്നത്, അദ്ദേഹത്തിന് പിറകിൽ നിന്ന് പറയിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയം എന്തെന്നറിയാത്ത മുഖ്യധാരാ മാധ്യമത്തിലെ കുറെ വായി നോക്കികളെന്ന് തന്നെ പറയേണ്ടി വരും.